ഇടുക്കി ജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം ദിന മത്സരങ്ങൾ മാറ്റിവെച്ചു. നൃത്ത അധ്യാപകൻ വിധികർത്താക്കൾക്ക് കോഴ വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തിലാണ് മത്സര ഇനങ്ങൾ മാറ്റിയത്. കലോത്സവ നഗരിയിൽ രക്ഷിതാക്കളും മത്സരാർത്ഥികളും പ്രതിഷേധം തീർത്തു. മറ്റ് വിധികർത്താക്കളെ എത്തിച്ച് മറ്റൊരു ദിവസം മത്സരങ്ങൾ നടത്തുമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷാജി എസ് അറിയിച്ചു. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ബിജു വൈശംപറമ്പൻ ചേരുന്നു. ബിജു, എന്തൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ മത്സരങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്? കൂടുതൽ വിശദാംശങ്ങൾ. അജിത, 35ാമത് ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവം അതിന്റെ മൂന്നാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സംഭവവിപുലമായി തന്നെയാണ് കടന്നു പോകുന്നത്. പ്രതിഷേധങ്ങൾക്കും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് കലോത്സവം ഈ ഉച്ച സമയത്ത് കടന്നു വരുന്നത്. നമുക്കറിയാം, വേദി 1 തേൻവരിക്കയിൽ ഇന്ന് നടത്തേണ്ടിയിരുന്ന പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. നൃത്ത ഇനങ്ങളായിരുന്നു നടത്തേണ്ടിയിരുന്നത്. പ്രധാനപ്പെട്ട നാടോടി നൃത്തം, തിരുവാതിര, സംഘനൃത്തം, അത് UP, HSS അങ്ങനെ 3 വിഭാഗങ്ങളിലായി നടത്തേണ്ടിയിരുന്ന നൃത്ത ഇനങ്ങളാണ്. നൃത്ത അധ്യാപകൻ, നമ്മുടെ 11 മണിക്കത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നൃത്ത അധ്യാപകൻ കോഴ വാഗ്ദാനം ചെയ്തതിന്റെ കൂടുതൽ രേഖകൾ പുറത്തു വന്നതോടുകൂടിയാണ് വലിയൊരു പ്രതിഷേധത്തിലേക്ക് അധ്യാപകരും മത്സരാർത്ഥികളും ഒക്കെ കടന്നുപോയത്. തേൻവരിക്കയിൽ ശരിക്കും ഇന്ന് തേൻവരിക്കയിൽ തേൻ നൂറുന്നതിന് പകരം കയ്പ് നൂറുന്ന ഒരു കാഴ്ചയാണ് ഈ മൂന്നാം ദിനത്തിൽ കഞ്ഞിക്കുഴിയുടെ മണ്ണിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്നത്. ഏറെ പ്രതിഷേധം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഏറെ ദുഃഖകരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം രാവിലെ മുതൽ ഡാൻസിനായി ഒക്കെ മേക്കപ്പ് ചെയ്ത മത്സരാർത്ഥികൾ സങ്കടത്തോടുകൂടി, കണ്ണുനീരോടുകൂടി ആ മേക്കപ്പ് അടിച്ച് മടങ്ങുന്ന കാഴ്ച വളരെ ദുഃഖകരമായിരുന്നു. നമുക്കറിയാം, ഒരുപാട് സാമ്പത്തിക പരാധീനതകളൊക്കെ അനുഭവിക്കുന്ന മേഖലയാണ് ഹൈറേഞ്ച്. പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ മത്സരാർത്ഥികളെ രാവിലെ തന്നെ അവരുടെ മാതാപിതാക്കൾ അവർ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇത്തരം ഒരു വേദിയിലേക്ക്, ഈ ജില്ലാതല മത്സരത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ എത്തിച്ച വിദ്യാർത്ഥികൾക്ക്, മത്സരാർത്ഥികൾക്ക് മത്സരം നടത്താതെ മേക്കപ്പ് അടിച്ച് മടങ്ങേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഏറെ വലുതാണ്. അതിനുപരി മാനസികപരമായൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാതെ കടന്നുപോകാൻ കഴിയുകയില്ല. മത്സരങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതിനെതിരെ പ്രതിഷേധം ശക്തമായി ഉയരുന്നു. കാരണം ദീർഘദൂരത്ത് നിന്ന്, അതായത് തൊടുപുഴയിൽ നിന്നും മൂന്നാറിൽ നിന്നും കുമളിയിൽ നിന്നും ഒക്കെ മത്സരാർത്ഥികളുമായി അധ്യാപകർ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ മടങ്ങിപ്പോകേണ്ട ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ജഡ്ജസിനെ പകരക്കാരനായി ജഡ്ജസ് ഇല്ലാത്തത് വലിയൊരു കുറവായി തന്നെ ഈ കലോത്സവം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു ജഡ്ജസ് വന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായാൽ പകരം ഒരാൾ ഇല്ലാതെ വന്നാൽ മത്സരം മാറ്റിവെക്കേണ്ടി വരുമെന്നൊരു അവസ്ഥയിലേക്കാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് സമാനമായി തന്നെയാണ് ആരോപണം ഉയർന്ന വിധികർത്താക്കളെ മാറ്റി നിർത്തിയപ്പോൾ പകരക്കാരനായി വിധികർത്താക്കൾ ഇല്ലാതെ വന്നതാണ് ഇന്നിന്റെ ഈ പകലിൽ ഒരു സ്റ്റേജിലെ പൂർണ്ണമായ മത്സരങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നത് എന്ന് യാഥാർത്ഥ്യത്തോടെ നിലനിൽക്കുകയാണ്. എടുത്തു പറയേണ്ടത്, അധ്യാപകർക്കും വിദൂര സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായതിനൊപ്പം തന്നെ സംഘാടകർക്കും ഏറെ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറെ പണിപ്പെട്ട്, അല്ലെങ്കിൽ ഒരുപാട് മധ്യസ്ഥ ചർച്ചകൾക്കും പോലീസിന്റെ ഇടപെടലും ഒക്കെ കൊണ്ട് മാത്രമാണ് വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകാതെ കൊണ്ട് തന്നെ മത്സരം തുടരുവാനായി കഴിയുന്നത്. എന്നാണെങ്കിലും മത്സരാർത്ഥികളും അധ്യാപകരും ഒക്കെ രക്ഷിതാക്കളും ഒക്കെ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് മത്സരം മാറ്റിവെച്ചതിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാണെങ്കിലും 35ാമത് ഇടുക്കി ജില്ലാ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അതിന്റെ പ്രൗഢി കുറയാതെ തന്നെ മുന്നോട്ട് പോകുന്നു. പുന്നലിൽ കല്ല് കടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെയാണ് മൂന്നാം ഘട്ടത്തിലെ ആദ്യ സമയം 9 മണി മുതൽ മത്സരങ്ങൾ മുടങ്ങി എന്നത് വലിയൊരു കുറ്റമാണ്, അല്ലെങ്കിൽ വലിയൊരു കുറ്റമായ രീതിയിൽ തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. കാരണം ജഡ്ജസിന് കോഴ വാഗ്ദാനം ചെയ്ത നൃത്ത അധ്യാപകന്റെ വാട്സപ്പ് ചാറ്റും വോയിസും ഉൾപ്പെടെ പൂർണ്ണമായ തെളിവാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് ഈ കലോത്സവം മാറും എന്നതിൽ സംശയമില്ല.